ജീവ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പഠനഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നാം ഇന്നൊരു പുതിയ പുസ്തകത്തിലേക്ക് നമ്മുടെ പഠനം പരമ്പര ആരംഭിച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇത് ഏകദേശം AD 80-നും 90-നും ഇടയിൽ വെച്ച് എഫെസോസിൽ വെച്ച് എഴുതിയതായിട്ടാണ് വേദപണ്ഡിതന്മാർ പൊതുവെ വിശ്വസിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും യേശുക്രിസ്തുവിന്റെ ആളത്വവും യേശുക്രിസ്തുവിന്റെ വ്യക്തിപ്രഭാവവും വളരെ വ്യക്തമായി വരച്ചു കാണിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഏകജാലകമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു എങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യത്യസ്തമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത എടുത്തു കാണിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ സുവിശേഷം എഴുതിയതിന്റെ ലക്ഷ്യവും ഈ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. 20-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള, പഠിക്കുവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകമായി ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. നാം ഇവിടെ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ 3 പുസ്തകങ്ങൾ ആരംഭിക്കുന്നത് ഈ പദം പറഞ്ഞുകൊണ്ടാണ്, ആദിയിൽ എന്ന്, ഇൻ ദ ബിഗിനിങ്. 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് സൃഷ്ടിയുടെ ആരംഭമായിരിക്കുന്ന ആദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാമത്തെ വചനം, ആദി മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും എന്ന് പറഞ്ഞ് ജീവന്റെ വചനം സംബന്ധിച്ചെന്ന് പറഞ്ഞ് ആ ലേഖനം ആരംഭിക്കുകയാണ്. അവിടെ സൃഷ്ടി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആദി മുതലുള്ളതും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം ഉൽപ്പത്തി പുസ്തകത്തിന് മുമ്പും 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആദിക്ക് മുമ്പുമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ സ്ഥാനമെന്നോ യേശുക്രിസ്തുവിന്റെ ഗുണവിശേഷങ്ങളെന്നോ യേശുക്രിസ്തുവിന്റെ മഹത്വമെന്നോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയെന്നോ യേശുക്രിസ്തു ആരാണ് എന്നോ നമ്മൾ എന്തെല്ലാം ചോദ്യങ്ങൾക്കൊക്കെയുമുള്ള ഉത്തരമാണ് ആദ്യത്തെ 3 വചനങ്ങൾ. 5 പ്രൗഢഗംഭീരമായിരിക്കുന്ന സന്ദേശങ്ങളാണ് ആ വചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ കാര്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ഉണ്ടായിരുന്നു എന്നാണ്. വചനം സ്വയംഭൂവായ ആളല്ല, വചനം സൃഷ്ടിക്കപ്പെട്ട ആളല്ല, വചനം ഉള്ള ആളാണ്, ഉണ്ടായിരുന്ന ആളാണ്. ആ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. ദ വേർഡ്, ലോഗോസ് എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വചനം ഉണ്ടായിരുന്നു. 2-ാമത് പറയുകയാണ്, ആ വചനം ദൈവമാണ്. ആ ലോഗോസ്, ആ വേർഡ്, അത് ദൈവമാണ്. നിസ്സാരമായിരിക്കുന്ന ഒരു പ്രയോഗമല്ല അത്. ആ വചനം, ആദിയിൽ ഉണ്ടായിരുന്ന വചനം ദൈവമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് യോഹന്നാൻ പറയുകയാണ്. 3-ാമത്തെ പദപ്രയോഗം അല്പം കൂടെ ഘനഗംഭീരമാണ്. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. ത്രിയേക ദൈവത്വത്തിന്റെ ഒരു സ്ഥാനവും ഇവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഈ വചനം ദൈവത്തോടുകൂടെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യായമായ ഒരു ചോദ്യം ചോദിക്കാം, ഏത് ദൈവത്തോടുകൂടെയായിരുന്നു? പിതാവായ ദൈവത്തോടുകൂടെയായിരുന്നു, ത്രിയേക ദൈവത്തോടുകൂടെയായിരുന്നു എന്നുള്ള ഉത്തരങ്ങൾ നമുക്കവിടെ കണ്ടെത്തുവാൻ കഴിയും. വചനം
ദൈവത്തോടുകൂടിയായിരുന്നു. നാലാമത്തെ കാര്യം, സകലവും വചനം മുഖാന്തരം ഉളവായി. ഈ ലോകത്തിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും വചനം മുഖാന്തരം ഉളവായി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, 10ാമത്തെ വചനം കൂടെ നമ്മൾ വായിക്കുമ്പോൾ, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി എന്നും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിലുണ്ടായിരുന്നു, പക്ഷെ ലോകം മുഴുവനും യേശു മുഖാന്തരം, വചനം മുഖാന്തരമാണ് ഉളവായത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സകലവും എന്ന പദത്തിനകത്ത് ഏതെല്ലാം അർത്ഥം കൊടുക്കാമോ അതൊക്കെ നമുക്ക് കൊടുക്കുവാൻ കഴിയും. എല്ലാം, ഈ കാണുന്ന ഈ അണ്ടകടാഹത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും വചനം മുഖാന്തരമാണ് ഉളവായിരിക്കുന്നത്. അവസാനത്തെ കാര്യം, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശുക്രിസ്തുവിന്റെ ആ പ്രസ്താവന, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രസ്താവന സൃഷ്ടിയുടെ ഏറ്റവും വലിയ പരമകാഷ്ഠയാണ്. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ ലോകത്തിൽ എന്തെല്ലാം ഉളവായിട്ടുണ്ടോ, എന്തെല്ലാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ടോ, ഈ ലോകത്തിൽ എന്തെല്ലാം, ഈ ലോകത്തിന്റെ അണ്ടകടാഹങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതെല്ലാം യേശുക്രിസ്തു മുഖാന്തരം, വചനം മുഖാന്തരമാണ് ഉളവായതെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഈ യേശു കർത്താവ്, സകലവും ഉളവാക്കിയ തമ്പുരാൻ കർത്താവ് നിന്റെ സ്വന്തം എന്ന് പറയുന്നത് എത്ര സന്തോഷകരമാണ്. എൻ്റെ സ്വന്തമായ യേശു എന്ന് പറയുന്നത് എത്ര സന്തോഷമാണ്. ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മൾ ഒരാളെ പോലെ ജീവിച്ചു എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ കാര്യം. ഈ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് എത്ര മഹാനായ ദൈവമാണ്. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് സ്തോത്രം, വചനമായി തീർന്നുകൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ.